ഹലോ, നമുക്കൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിന് മുന്നേ ലച്ചുമോളെ കുറച്ച് കുസൃതിയാണ്. അവളോട് ഞാനൊന്ന് ചിരിക്കാൻ പറഞ്ഞതാണ്. ഇത് കണ്ടോ, ചിരിച്ച് ആർമാദിക്കുക കുട്ടി. ഇത് കുറച്ച് അവക്കാടോ ശിങ്കം വയനാട് പോയപ്പോൾ കൊണ്ടുവന്നതാണ്. പുറത്ത് നല്ല മഴയാണ്. ഇനി നമുക്ക് അകത്തൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ആഹാ, പുറത്ത് നല്ല മഴ, അകത്ത് ബീഫ് ബിരിയാണി. എന്താലേ, അച്ഛൻ കൊണ്ടുവന്ന ബീഫ് പാകത്തിന് കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി കഴുകി വൃത്തിയാക്കി തന്നേ. അപ്പോഴത്തേക്കും ഞാൻ ബിരിയാണിക്ക് ആവശ്യമായ മസാലക്കുള്ള പച്ചക്കറികൾ എടുത്തു വെച്ചു. ബീഫ് കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. ബീഫ് മഞ്ഞളും ഉപ്പും പച്ചമുളകും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വെക്കണം. അപ്പോഴത്തേക്ക് ബീഫ് വേവട്ടെ, നമുക്ക് അരി കഴുകിയെടുക്കാം. ചോറ് വേണ്ടേ? വെളുത്തുള്ളി, ചോറിനുള്ള വെള്ളവും തിളക്കുന്നുണ്ട്. ചോറിലേക്ക് വേണ്ട സ്പൈസസും ക്യാരറ്റുമാണ്. ചോറ് അടുപ്പത്താണ് വെച്ചത്, മസാല ഗ്യാസിലുമാണ് വെച്ചത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് റെഡി, ഉള്ളി തക്കാളി റെഡി. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. വെന്ത ബീഫ് അവിടെ നിൽക്കട്ടെ. നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും മല്ലി പുതിന ഇവയൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കാം. അതിനിടയിൽ ഞാൻ സാലഡും അച്ചാറും ഒക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നേ. ഇതേ ബീഫ് മസാല റെഡി ഗൈസ്. കത്തി ആരെയും കൊല്ലാനല്ല, ഇല വെട്ടാനാണ്. ഇല വന്ന സ്ഥിതിക്ക് ദം പൊട്ടിക്കാം. ആഹാ, എന്താ ഒരു മണം! എൻ്റെ പൊന്നോ! ദമ്മ് പൊട്ടിച്ച് ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ചോറിൻ്റെ അടിയിലാണല്ലോ മസാല കിടക്കുന്നത്. അതിലാണല്ലോ ടേസ്റ്റ് മൊത്തം. അപ്പോൾ അതെ, നമ്മൾ ഇല വിരിച്ചു, ചോറിട്ടു, സാലഡ് ഇട്ടു, അച്ചാറും ഇട്ടു. എൻ്റെ പൊന്നെ, അതിന്ന് ഒരു കഷ്ണം ബീഫും കുറച്ച് സാലഡും അച്ചാറും കൂടി എടുത്ത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, സത്യം പറയാലോ, ഈ റെക്കോർഡ് ചെയ്യുമ്പോഴും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. പറയാതെ പറ്റത്തില്ല, ഭയങ്കര ടേസ്റ്റായിരുന്നു. ബിരിയാണിയുടെ ഷെഫാണ് ഇരിക്കുന്നത്, ബിരിയാണിയുടെ സ്പോൺസറാണ് ഇരിക്കുന്നത്. ഇല ഞാൻ കാലിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സീ യു.